1959 ജാനുവരി 10 ഒരു കുട്ടി ജനിക്കുന്നു. അവൻ വളരുന്നു, നീന്താൻ തുടങ്ങുന്നു. നീന്തി നടന്ന് ചെന്ന്, അന്ന് വൈക്കോൽ പുരയായിരുന്നു അധികം ആളുകൾക്കും ഉണ്ടായിരുന്നത്. കോൺക്രീറ്റ് വീടുകളോ ഓടുമേഞ്ഞ വീടുകളോ അന്നുണ്ടായിരുന്നില്ല. ഈ കുട്ടി നീന്തി നടന്നു ചെന്ന് മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീണ് ആ വീട് കത്തിപ്പോകും. ഈ കുട്ടി വളർന്ന് വലുതായി അവന് തിരിച്ചറിവായപ്പോൾ അവൻ താമസിക്കുന്ന വീടും ഒരു വൈക്കോൽ പുര, കുറച്ചുകൂടെയും വലിയൊരു വൈക്കോൽ പുരയാണെന്ന് കാരണന്മാർ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഷാജി കുര്യൻ. ഇന്ന് 66-ാമത്തെ വയസ്സിൽ നിൽക്കുന്നു. ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കലൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലും എറണാകുളത്തിനും ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറായ കലൂർ, തൊടുപുഴ അടുത്തുള്ള കലൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ സ്റ്റോറി 1959 ജനുവരി 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ ഗ്രാമം കലൂർ ഇടുക്കി ഡിസ്ട്രിക്റ്റിനും എറണാകുളം ഡിസ്ട്രിക്റ്റിനും ബോർഡറായിട്ടുള്ള തൊടുപുഴ അടുത്തുള്ള സ്ഥലമാണ് കലൂർ. കാളിയാർ എന്നൊരു പുഴ ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടി ഓടുന്നുണ്ട്. ഞങ്ങളുടെ ജലസ്രോതസ്സായിരുന്നു കാളിയാർ പുഴ. അന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് നടന്നാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം പാടത്തോടെയും റോഡില്ലാതെ തൊണ്ട് എന്ന് പറയുന്ന 2 സൈഡിലും ഭിത്തി കെട്ടിയ സ്ഥലത്തിനാണ് അവിടെ ഞങ്ങൾ തൊണ്ടെന്നാണ് പറയുന്നത്. കല്ലുകൊണ്ട് കെട്ടി 2 സ്ഥലങ്ങൾ തമ്മിൽ വേർതിരിച്ച് ഇരിക്കുന്ന 2 സ്ഥലത്തിൻ്റെ ഇടയിലുള്ള സ്ഥലം ഒരു ചെറിയ നടപ്പ് വഴിയാണ്. അതുവഴിയും പാടത്തോടെയും പാട വരമ്പിൽ കൂടി നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. ഒരു പകുതി എത്തിക്കഴിയുമ്പോൾ റോഡുണ്ടാവും. ആ റോഡിൽ കൂടി നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന കലൂർ എന്ന് പറയുന്നത് മെറ്റലിട്ട റോഡായിരുന്നു. ടാർ പോലും ചെയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം 1963 63 64 സ്കൂളിൽ ചേർന്നപ്പോഴൊക്കെയുള്ള അവസ്ഥ. വളരെ ചുരുക്കം ജീപ്പ് ഉണ്ടായിരുന്നു, 1-2 ബസ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ മെറ്റലിൽ കൂടി ചവിട്ടി വേണം സ്കൂളിൽ പോകാൻ. അന്ന് ആർക്കും ചപ്പലുണ്ടായിരുന്നില്ല. റബ്ബർ ചപ്പലാണ് പിന്നീട് തുടങ്ങുന്നത്. ഹൈസ്കൂളിലൊക്കെ എത്തുന്ന ആ കാലഘട്ടത്തിലാണ് റബ്ബർ ചപ്പലുകളൊക്കെ നാട്ടിലെത്തുന്നത്. ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു ഗ്രാമം ആണ് കലൂർ. നെൽകൃഷിയും പറമ്പിൽ ഉള്ള കൃഷി എന്ന് പറയുന്ന മരച്ചീനി അല്ലെങ്കിൽ കപ്പ കൃഷി, ഇഞ്ചി കൃഷി, മഞ്ഞൾ, ഇതുപോലുള്ള കൃഷി അതൊരു വരുമാന മാർഗമായിട്ട് മാത്രം ഉണ്ടായിരുന്ന കുറച്ച് വ്യക്തികൾ. പിന്നെ കൂടുതൽ ഭൂ ഉടമകൾ ഉണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ ഭൂമിയിൽ കപ്പയും മഞ്ഞളും പിന്നെ പാടമുള്ളവർ നെൽകൃഷി, അവർ ജന്മിമാരെന്നാണ് നമുക്ക് കരുതിയിരുന്നത്. കാരണം നെൽകൃഷി അന്ന് അരി വളരെ ഷോർട്ടായിരുന്ന ഒരു കാലം. അപ്പോൾ നെൽകൃഷി ഉള്ളവർ വളരെ റിച്ചായിട്ടുള്ള ആളുകളായിരുന്നു. മരച്ചീനി എന്ന് പറയുന്നത് ഒരു പാവങ്ങളുടെ ഭക്ഷണമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും റിച്ചായിട്ടുള്ള ഫുഡായിട്ട് കാണുന്ന മരച്ചീനി അന്ന് പാവങ്ങളുടെ ഭക്ഷണമായിട്ട് കരുതിയിരുന്നു. എൻ്റെ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ അന്നാണ് ലാൻഡ് റിഫോർമേഷൻ വന്നതും ഈ വെറുതെ കിടന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ എൻ്റെ നാട്ടിൽ എസ്റ്റേറ്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം ഭൂമിയുള്ള വ്യക്തികളെല്ലാം അത് എസ്റ്റേറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഭൂമി, അത് ആ റിഫോം ആക്റ്റിൽ നിന്ന് അവരുടെ ഭൂമി നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്തിയ കാലഘട്ടമൊക്കെ എൻ്റെ ചെറിയ ഓർമ്മയിലുണ്ട്. അത് നഷ്ടപ്പെട്ട ഭൂമിയുണ്ട്, അത് മിച്ചം ഭൂമിയായിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്ത ചില സ്ഥലങ്ങളും കലൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഉണ്ട്. അപ്പോൾ അന്ന് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നെൽ കൃഷി നടത്തുന്ന
കാളയെ കൊണ്ട് നിലം ഉഴുവുന്നത്, അതുപോലെ വരമ്പെല്ലാം വയ്ക്കുന്ന തൂമ്പ കൊണ്ട് വരമ്പ് വെച്ചിരുന്ന കൃഷിപ്പണി ചെയ്യുന്നവർ ളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഈ പാടം മുഴുകാൻ വേണ്ടി ഇതൊന്ന് അതിൻ്റെ ദണ്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ ആ ജോലിക്കാർ ഞങ്ങൾക്ക് പിള്ളേർക്ക് തരും ഒന്ന് പിടിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി വളർന്നു വന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. എൻ്റെ ആ കാലഘട്ടത്തിലാണ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ വരുന്നത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നെൽകൃഷി വളരെ പൊക്കത്തിൽ വളർന്നുന്ന നെൽപ്പാടങ്ങളിൽ നിന്ന് മാറി അത് അയ്യാറട്ട് എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കൃഷിയിലേക്ക് അന്ന് മാറിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു വലിയൊരു മാറ്റമായിരുന്നു. അവിടെയാണ് അഗ്രികൾച്ചറൽ റവല്യൂഷൻ തുടങ്ങുന്നതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് അതെന്താണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. കർണന്മാർ പറയുമായിരുന്നു, പശുക്കൾക്കും കന്നുകാലികൾക്ക് കൊടുക്കാനുള്ള തീറ്റ പുല്ല് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് അയ്യാറട്ട് കൃഷി എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ചെറിയ ഗ്രാമത്തെക്കുറിച്ചുള്ള ചെറിയ വിശദീകരണമാണ്. കലൂർ എന്നുള്ള സ്ഥലത്ത്, തൊടുപുഴ അടുത്തുള്ള കലൂർ താമസിക്കുന്ന വ്യക്തികൾ ഇത് കാണുന്നുണ്ടാവും, എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും. നമ്മളുടെ കാലഘട്ടം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ല എനിക്കൊരു സ്റ്റോറി പറയാൻ വേണ്ടിയാണ്. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിലെ ഭക്ഷണ രീതികൾ. ഞാനിപ്പോൾ ഒരു വെൽനസ് കോച്ചായതുകൊണ്ട് ആ പഴയ കാലഘട്ടത്തിലെ ഭക്ഷണ രീതികളെക്കുറിച്ച് എനിക്ക് വളരെ വലിയ അല്ലെങ്കിൽ നല്ല ഓർമ്മകളാണുള്ളത്. ഞാൻ പറഞ്ഞു, മരച്ചീനിയായിരുന്നു അന്നത്തെ സാധാരണക്കാരുടെ ഭക്ഷണം. കപ്പ, മരച്ചീനി അല്ലെങ്കിൽ ചക്ക, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഭക്ഷണം. അതൊക്കെ പാവങ്ങളുടെ ഭക്ഷണമായിട്ട് കരുതിയിരുന്നത് ഇന്നിപ്പോൾ വളരെ വളരെ മാന്യമായിട്ടും വളരെ ആവശ്യമുള്ളതാണെന്നും പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തി. ഇഷ്ടംപോലെ ചക്ക തിന്നുക, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഇന്ന് ഏറ്റവും റിച്ചായിട്ടുള്ള ഫുഡ് ചക്കയിലും ഉണ്ടെന്നും അത് വളരെ ഹെൽത്തിന് വളരെ ഗുണപ്രദമാണെന്നും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു. അതുപോലെ ഈ ചക്ക ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഹോർലിക്സിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ ചക്ക ആണ് ജാക്ക് ഫ്രൂട്ട്. ഓർമ്മ വളരെ വലുതാണ്. പാടത്ത് വെള്ളം ലഭിക്കാത്ത അവസരങ്ങളിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീനി എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയല്ല, ഓർമ്മ ഇങ്ങനെയാണ്, വളരെയധികം പറമ്പിൽ മുഴുവനും കപ്പ കൃഷി ചെയ്യും. അത് പാകമാകുമ്പോൾ മൊത്തം എല്ലാം പറിച്ചെടുത്ത് അത് ഉണക്കും. എല്ലാം ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് ഉണക്കും. അതൊരു രാത്രി ഒത്തിരി ആളുകൾ വന്ന് ഇരുന്ന് ഒന്നിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. കപ്പ അരിഞ്ഞെടുത്ത് അത് പാറയിലിട്ട് ഉണക്കും. ഒന്ന് പാറയൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടി. അതുതന്നെയല്ല, ഈ കപ്പ വാട്ടി ഉണക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ വാട്ടി ഉണങ്ങുന്ന കപ്പ കുറേ കാലം പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ മെച്ചം. അപ്പോൾ ഭക്ഷണത്തിന് ഷോർട്ടേജ് വരുന്നാൽ അല്ലെങ്കിൽ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഫുഡായിരുന്നു ഈ ഉണങ്ങിയ കപ്പ പുഴുങ്ങി ഉപയോഗിക്കുക എന്നത്. കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ കഴിക്കുന്ന അരിയാഹാരം ആണ് നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ അന്നത്തെ അരി വളരെ നല്ലതായിരുന്നു, റിച്ചായിരുന്നു. അന്ന് എൻ്റെ ഓർമ്മയിൽ നെല്ല് വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ അമ്മ പുഴുങ്ങി ഉണക്കിയാണ് അന്ന് അരി ഉണ്ടാക്കിയിരുന്നത്. ഞാനാണ് സൈക്കിളിൽ ഒരു ചെറിയ ചാക്കിൽ സൈക്കിളിൽ വെച്ച് കൊണ്ട് ഈ നെല്ല് കുത്തി അരിയാക്കി കൊണ്ടുവരുന്ന പണിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നും ആളുകൾക്ക് അറിയില്ല. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും സ്ഥിതി അനുസരിച്ച് ഈ അരി കുത്തി നെല്ല് കുത്തി അരിയാക്കുന്ന അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വളരെ റിച്ചായിട്ടുള്ള കുടുംബത്തിലേക്ക് അരിയാക്കുമ്പോൾ ആ ജോലിക്കാരൻ പറയും, നന്നായിട്ട് വെളുപ്പിച്ച് തുമ്പപ്പൂ പോലുള്ള ചോറ് കഴിക്കണം എന്നൊക്കെ അന്നത്തെ കവികളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ റിച്ചായ ആളുകൾക്ക് ശരിക്കും വെളുപ്പിച്ച അരിയാണ് കൊടുത്തിരുന്നത്.
ഇപ്പോൾ കുറച്ചുകൂടെ മിഡിൽ ക്ലാസ് ആണെങ്കിൽ അതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വെളുപ്പിക്കില്ല. പാവങ്ങളായ ആളുകൾ നെല്ല് കുത്താൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഉമ്മി കളഞ്ഞ് തവിടോടുകൂടി ആണ് അരി ആക്കിയിരുന്നത്. ഞാനത് അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് ആ നെല്ല് കുത്തിയിരുന്ന അല്ലെങ്കിൽ ആ മില്ലിൽ ചെയ്തിരുന്ന ആ ചേട്ടൻ പറയുന്നത്. അപ്പോൾ പാവങ്ങളാണെങ്കിൽ കുറച്ച് തവിട് തിന്നോട്ടെ, റിച്ചായ ആളുകൾക്ക് നന്നായിട്ട് വെളുപ്പിച്ച് കൊടുക്കണം. എന്തൊരു വിരോധാഭാസമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അരി വെളുപ്പിച്ച് കഴിഞ്ഞ് അതിനകത്തുള്ള റിച്ച്നെസ്, അതിനകത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള തവിട് മുഴുവനും നീക്കിയാണ് റിച്ച് ആളുകൾക്ക് അന്ന് കൊടുത്തിരുന്നത് എന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. എൻ്റെ കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 7 മക്കളുമാണുള്ളത്. അതിൽ ഒരേ ഒരു ആൺതരി എന്ന് പറയുന്ന ഞാനാണ്. എനിക്ക് 1 ഡസനോളം പെങ്ങന്മാരുണ്ടായിരുന്നു. അതുപോലെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഞങ്ങൾക്ക് വീട് പണിയുമ്പോൾ സൂപ്പർവൈസറായിട്ട് നിന്നിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വൈക്കോൽപുരയിൽ നിന്ന് മാറി ഞാൻ ഏകദേശം ഒരു 6 മറ്റോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വൈക്കോൽപുര പൊളിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഓടിട്ടൊരു വീടുണ്ടാക്കിയതെന്ന്. അന്ന് സൂപ്പർവൈസറായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്നു. അന്ന് പണിത ജോലിക്കാരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണിക്കന്മാരെന്നാണ് അവർ പറഞ്ഞിരുന്നത്, മേസന്മാരായിട്ട് വന്നിരുന്നവരെ. അവരുടെ പ്ലാൻ, അവരുടെ രീതി, അല്ലാതെ പ്ലാനൊന്നും വരയ്ക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇവർ തന്നെ അതിനെന്തോ കണക്കുണ്ടാക്കി ആണ് അന്ന് വീട് പണിതിരുന്നത്. അപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതലും ആഹാരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. എൻ്റെ ഫാദർ ഒരു ബേക്കറി നടത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു ബിസിനസ്സും പിന്നെ അത്യാവശ്യം കൃഷിയായിട്ട് ആണ് നമ്മുടെ ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വളരെ വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആണായതുകൊണ്ട് എനിക്ക് ബ്രെഡ് തരും. ബ്രെഡ് ഒരു വലിയ റിച്ച് ഫുഡാണെന്നാണ് ധാരണ. അപ്പോൾ എനിക്ക് ബ്രെഡ് തരും. എൻ്റെ പെങ്ങന്മാർക്ക്, എൻ്റെ സിസ്റ്റേഴ്സിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ കൊടുത്തിരുന്ന ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കപ്പപ്പുഴുക്കോ ആയിരുന്നു. അപ്പോൾ അത് അന്ന് കാണുമ്പോൾ എനിക്ക് എന്നെക്കാളും ഒരു വയസ്സ് മാത്രമുള്ള എൻ്റെ മൂത്ത സിസ്റ്റർക്ക് കിച്ചണിലിരുന്ന് അവൾ ചക്കപ്പുഴുക്ക് കഴിക്കും, ഞാൻ ബ്രെഡ് തിന്നും. അന്ന് എനിക്കത് വിഷമം തോന്നി. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ ചക്കപ്പുഴുക്ക് കഴിച്ചതാണ് അവളുടെ ഹെൽത്തിൻ്റെ ആധാരം. കാരണം അതായിരുന്നു ഏറ്റവും നല്ല ഫുഡ് എന്നും ഞാൻ ഈ ബ്രെഡ് കഴിച്ചിരുന്ന വെറും കാർബോഹൈഡ്രേറ്റ് ആണെന്നും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഫാദറിൻ്റെ ബിസിനസ്, ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു ടീ ഷോപ്പ് ആൻഡ് ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. കലൂർ പുഴയോട് ചേർന്നുള്ള ആ ചെറിയ ഗ്രാമമായ കലൂർ കുറച്ച് പലചരക്ക് കടകൾ, 1-2 ജൗളിക്കടകൾ, പിന്നെ മാർക്കറ്റിൽ ഈ മത്സ്യമാംസം വിൽക്കുന്ന, അതും ഉണക്ക മത്സ്യങ്ങൾ വിൽക്കുന്ന കടകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബേക്കറി ആയിരുന്നു ഫാദർ നടത്തിയിരുന്നതെന്ന് പറഞ്ഞു. ബേക്കറിയിൽ പ്രധാനമായിട്ടും അന്നുണ്ടായിരുന്ന ബ്രെഡ്, ഡ്രൈ ആയിട്ടുള്ള ഉണക്ക റൊട്ടി, ഈ റസ്കിന് പകരം ഉണക്ക റൊട്ടി അല്ലെങ്കിൽ റസ്കും അന്ന് ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് സീസണിലാണ് പ്രത്യേക ഒരു ജോലിക്കാരൻ വന്ന് കേക്ക് ഉണ്ടാക്കിയിരുന്നതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഫുഡ് അല്ലെങ്കിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ ബേക്കറിയിലെ സാധനങ്ങൾ. അതുപോലെ ബിസ്ക്കറ്റുകളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല സാധനങ്ങളും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും എല്ലാവർക്കും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥിതിയായിരുന്നില്ല. അതായത് ബേക്കറി എന്ന് പറയുന്നത് മൈദയും വനസ്പതിയും വെജിറ്റബിൾ ഓയിലും ഷുഗറിൻ്റെയും പലതരത്തിലുള്ള കോമ്പിനേഷനാണ് ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് വളരെ റിച്ചായിട്ടുള്ളൊരു ഫുഡായിട്ട് പറഞ്ഞിരുന്നു. ഒരു ബ്രെഡ് കഴിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരുന്നതാണ് ഈ ബ്രെഡ് എന്ന് പറയുന്ന സാധനം. പനി വന്നു കഴിഞ്ഞാൽ ബ്രെഡ് വാങ്ങിച്ചു തരും. പക്ഷെ അത് വെറും കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇനി എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ സ്കൂൾ ജീവിതമാണ്. ഏറ്റവും ആദ്യം പോകുന്നത് സെൻറ്റ് ജോൺസ് UP സ്കൂൾ.
LP സ്കൂളും UP സ്കൂളും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്കൂളാണ് സെൻറ്റ് ജോൺസ് UP സ്കൂൾ. കലൂർ പള്ളിയുടെ കീഴിലുള്ളൊരു സ്കൂളാണ്. പഠിക്കാൻ ഒട്ടും മിടുക്കനായിരുന്നില്ല, ഒരു മണ്ടനായിരുന്നു. എന്നെ പൊട്ടൻ ഷാജി എന്നാണ് എൻ്റെ സിസ്റ്റേഴ്സൊക്കെ വിളിച്ചിരുന്നത്. കാരണം അന്ന് കാലഘട്ടത്തിൽ ആരാണ് പ്രധാനമന്ത്രി, ആരാണ് പ്രസിഡൻറ്റ്, ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നും നിൽക്കില്ല. അതിലൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഈ പഴയ ഹിസ്റ്ററി ഒന്നും ഓർത്തിരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ഇത് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ വളരെ പൂറായിരുന്നു. മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ആദ്യമേ തുടങ്ങുന്ന മലയാളമാണല്ലോ. എൻ്റെ 2, 3, 4 ആശാൻ കളരിയിൽ അന്ന് നിലത്തെഴുത്തെന്നാണ് പറയുന്നത്. ആശാന്മാരാണ് ഈ മലയാളം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിരുന്നത്. ഇന്നുള്ള പ്ലേ സ്കൂളെന്ന് പറയുന്ന പോലെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ആശാൻ്റെ അടുത്ത് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് കെയും കോയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതി എനിക്കുണ്ടായിരുന്നു. ലാംഗ്വേജസിൽ ഇപ്പോഴും ഞാൻ പൂറാണ്. എൻ്റെ വൈഫാണ് ഇപ്പോഴും എന്നെ ലാംഗ്വേജിൽ സഹായിക്കുന്നത്. ഞാൻ പ്യൂർലി ടെക്നിക്കൽ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 5th സ്റ്റാൻഡേർഡിലോ മറ്റോ ആയപ്പോൾ ഞങ്ങളുടെ ഡ്രിൽ മാഷ്, DD മാഷ് എന്ന് പറഞ്ഞാൽ ഡ്രില്ലും ഡ്രോയിങ്ങും കണ്ടക്ട് ചെയ്യുന്ന ഒരു മാഷുണ്ടായിരുന്നു. പരുന്നനാനിക്കൽ ജോൺ സാർ എന്നാണ് പേര്. എനിക്ക് ഏറ്റവും കടപ്പാട് അദ്ദേഹത്തോടാണ്. കാരണം അദ്ദേഹം എന്നെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഓടാൻ പറ്റും എന്ന് പറഞ്ഞ് സ്പോർട്സിലേക്ക് എത്തിച്ചു. അങ്ങനെ അവിടെയാണ് എനിക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നത്. ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരുന്നു ഞാൻ സ്പോർട്സിലേക്ക് വന്നപ്പോൾ. 6 പെങ്ങന്മാരുടെ ഇടയിൽ വളർന്ന ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി അളിയന്മാരുണ്ടായിരുന്നു അവിടെ. എൻ്റെ ചേട്ടന്മാർ, എൻ്റെ ക്ലാസ്സിൽ തന്നെ എന്നെക്കാളും 5 വയസ്സ് മൂത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മുതിർന്ന ക്ലാസ്സിലുള്ളവരൊക്കെ എന്നെ അളിയാന്ന് വിളിച്ച് പ്രകോപിപ്പിച്ചിരുന്നു. എനിക്കന്നത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒത്തിരി പെങ്ങന്മാരുള്ളതുകൊണ്ട് അവന്മാരെല്ലാം നോട്ടമുള്ളതായിരുന്നു എന്നെ അളിയാന്ന്. അതെന്താണെന്ന് പോലും അന്ന് മനസ്സിലാക്കുന്നത്. അവന്മാർക്ക് നല്ല ഇടി അന്ന് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം. സ്പോർട്സിലേക്ക് വന്നു. സ്പോർട്സിൽ അന്ന് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ അന്ന് എന്തോ കായികമേളകൾ സംഘടിപ്പിക്കുന്നൊരു സംവിധാനം വന്നപ്പോൾ ഈ ഡ്രിൽ മാഷ് എനിക്ക് ഹൈസ്കൂളിലാണ് വലിയ ഗ്രൗണ്ട് ഉള്ളത്, അവിടെ കൊണ്ടുപോയി പ്രത്യേക കോച്ചിങ് ഞങ്ങളുടെ സ്കൂളിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് കോച്ചിങ് തന്നു. ആ കോച്ചിങ് ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റം എന്ന് പറയുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഹെൽത്തിനെക്കുറിച്ചുള്ള അവയർനെസ് അന്ന് ഡ്രിൽ മാഷ് പറഞ്ഞു തരികയും സ്പോർട്സിൽ പങ്കെടുത്ത് അന്ന് ഞാൻ ചാമ്പ്യനായി. അന്ന് പങ്കെടുത്ത 4 ഐറ്റത്തിലും ഫസ്റ്റ് വാങ്ങിച്ച് ഞാൻ ചാമ്പ്യനായി. ഞാനാണ് സ്കൂളിന് വേണ്ടി ട്രോഫി വാങ്ങിച്ചത്. അത് എൻ്റെ ഒരു വലിയ മികവായിട്ടല്ല, അന്ന് ചെറിയ ഡിസ്ട്രിക്ട് ലെവലിൽ നടത്തിയ ഒരു സംഭവമാണ്. ഇന്ന് ഞാനത് ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെ സഹായിച്ചു. അതിന് ഞാനിപ്പോഴും ഈ ഡ്രിൽ മാഷന്മാരെ എപ്പോഴും, അതായത് എന്നെ സബ്ജക്റ്റ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ സ്മരിക്കുന്നത് ഈ ടീച്ചേഴ്സിനെയാണ്. ഇനി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ അമ്മ എന്നെ മരത്തെ കയറാനും സൈക്കിള് ചവിട്ടാനും എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചിരുന്നു. നാട്ടിലുള്ള മറ്റെല്ലാവരും പറയും, ഒരു മോനേ ഉള്ളൂ, ഒരു മോനെ എന്തിനാണ് നീ ഇങ്ങനെ ചക്ക ഇടാനും മാങ്ങ പറിക്കാനൊക്കെ മോളിൽ കയറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും എൻ്റെ അമ്മ അതിനൊന്നും എതിര് നിന്നിരുന്നില്ല. ഞാൻ മരത്തെ കയറും, ചക്കയിടാൻ കയറും, മാങ്ങ പറിക്കാൻ കയറും. ഇത് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം, അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്കുള്ള കോൺഫിഡൻസ് ബിൽഡിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മരത്തെ കയറുന്നതും ഇങ്ങനെയുള്ള കായിക കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. അന്ന് എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു. എൻ്റെ ഫാദറാണെങ്കിൽ അന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ തൊടുപുഴയ്ക്ക് ബസ്സിൽ കയറ്റി വിടും. ചെറിയ സാധനം വാങ്ങിക്കാൻ, അതായത് ബേക്കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് അണ്ടിപ്പരിപ്പാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ചെറിയ വെയിറ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ബസ്സിൽ, അതായത് ഞാൻ ഏകദേശം 10 വയസ്സുള്ളപ്പോൾ എന്നെ പറഞ്ഞ് തൊടുപുഴ പറഞ്ഞു വിടും. അന്ന് ഈ ബസ്സുകാരൊക്കെ പരിചയമുള്ളവരാണ്, ഫാദറിന് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നതും അവരെയൊക്കെ അറിയാം. അപ്പോൾ അവരോട് പറഞ്ഞാണ് വിടുന്നത്. എന്നിരുന്നാലും അപ്പച്ചൻ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇന്ന സ്ഥലത്ത് തൊടുപുഴ ഇന്ന സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന ബേക്കറിയിൽ പോയിട്ട് ഇന്ന സാധനം തരാൻ പറഞ്ഞ് വാങ്ങിച്ച് ആ ബസ്സിൽ തന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞു.
അതും വലിയൊരു കോൺഫിഡൻറ്റ് ബിൽഡിങ് എന്നിൽ സംഭവിച്ചു എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. ഇപ്പോൾ പേരൻസ് ഒരു മോനേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അടക്കി ഇരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒലക്കാത്തടിക്ക് മുട്ടി വളർത്തണം എന്നൊക്കെ അന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പൈസയുടെ കാര്യത്തിലാണെങ്കിലും പൈസയൊക്കെ തന്ന് എനിക്ക് വിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു. അതൊക്കെ വലിയ കാര്യമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം ഷോപ്പിലാണെങ്കിലും ഷോപ്പിലിരുന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ക്യാഷിലിരിക്കാനൊക്കെ സമ്മതിച്ചിരുന്നു. അങ്ങനെ അതിനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് എൻ്റെ ബേസ് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എൻ്റെ ഹൈസ്കൂൾ ജീവിതം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഹൈസ്കൂൾ ജീവിതമായിരുന്നു എൻ്റേത്. 8th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയാണ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഹൈസ്കൂൾ ജോയിൻ ചെയ്തു. സ്പോർട്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനം. തുടക്കം മുതലേ എല്ലാ സ്പോർട്സിലും പങ്കെടുക്കും. പഠിത്തത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒരു ഗുണമുണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ 6th സ്റ്റാൻഡേർഡിൽ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിൻ്റെ ഒരു സാർ, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലാണ്, പൊക്കം കുറവായതുകൊണ്ട് എന്നെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന CJ ജോസഫ് എന്ന് പറഞ്ഞ സാർ ഒരു ചൂരൽ വടി കൊണ്ട് ഡെസ്കിനടിയിൽ കൂടി കാലിന് അടി തന്നതാണ് എൻ്റെ സബ്ജക്റ്റ് പഠിക്കാനുള്ള ആവശ്യം എന്നെ മനസ്സിലാക്കി തന്നത്. ഒരു അടി ഭയങ്കര അടിയായിരുന്നു. അന്നു മുതലാണ് ഞാൻ മാത്തമാറ്റിക്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മാത്തമാറ്റിക്സിൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അതെനിക്ക് വഴങ്ങുന്ന ഒരു കാര്യമായിട്ട് വന്നു. അങ്ങനെ ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ മാത്തമാറ്റിക്സ്, അന്ന് മുതൽ എനിക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ജിയോഗ്രാഫിയൊക്കെ എളുപ്പമായി മാറി. എന്നാലും ലാംഗ്വേജ് ഒരു ടഫായ സബ്ജക്റ്റായിരുന്നു. ഒരു വ്യാകരണം അല്ലെങ്കിൽ ഗ്രാമർ ഒന്നും മനസ്സിലാവുന്നൊരു സ്ഥിതിയായിരുന്നില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ലാംഗ്വേജ് ഭയങ്കര ടഫായിരുന്നൊരു സിറ്റുവേഷനായിരുന്നു. ഹൈസ്കൂൾ ജീവിതത്തിൽ സ്പോർട്സിലൊക്കെ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്പോർട്സിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ വളരെ ത്രില്ലിംഗായി മാറിയത് അവിടെ ഹൈസ്കൂളിൽ വലിയൊരു സമരം സ്റ്റാർട്ട് ചെയ്തു. സമരം ഞാൻ 9th പഠിക്കുന്ന സമയത്ത് സമരം വന്നു. ഞങ്ങളുടെ സീനിയർ കുട്ടികൾക്ക് അവിടുത്തെ എക്സാമിനേഷൻ, 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർക്ക് എക്സാമിനേഷൻ സെൻറ്റർ നഷ്ടപ്പെട്ടു. ദൂരെയൊക്കെ പോയി അവർ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാലും അന്ന് എങ്ങനെയെങ്കിലും 10th സ്റ്റാൻഡേർഡ് ജയിക്കണം എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കി തന്നത് ഈ ടീച്ചേഴ്സാണ്. പക്ഷെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ ലിസ്റ്റിലാണ് ഞാൻ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സമരം നടന്നു 1 വർഷം അങ്ങനെ പോയി. അതൊക്കെ ഭയങ്കര സന്തോഷവും ത്രില്ലിങ്ങായി. പിന്നീട് എങ്ങനെയോ 10th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. 10th സ്റ്റാൻഡേർഡ് ജയിക്കണം എന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ 10th സ്റ്റാൻഡേർഡ് ജയിച്ചു. ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഒന്നും കിട്ടിയില്ലെങ്കിലും സബ്ജക്റ്റിന്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് നല്ല മാർക്ക് കിട്ടി. ഇംഗ്ലീഷൊക്കെ ജസ്റ്റ് പാസ്സായി. അങ്ങനെ 10th ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ അച്ചീവ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ കണ്ടക്ട് ചെയ്തപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച പലരും 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാൻസിൽ പാസ്സായിരുന്നില്ല എന്ന് മനസ്സിലായത്. പക്ഷെ അതൊരു അച്ചീവ്മെൻറ്റ് അങ്ങനെയൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരു 10th സ്റ്റാൻഡേർഡ് തോറ്റുപോകുന്ന വലിയ വിഷയമൊന്നും ആയിരുന്നില്ല അന്ന്. ഏകദേശം അന്ന് എക്സാം എഴുതിയതിൽ എനിക്ക് തോന്നുന്നു 20% കുട്ടികൾ മാത്രമേ 10th സ്റ്റാൻഡേർഡ് പാസ്സായുള്ളൂ. 1-2 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഒക്കെ കിട്ടിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഞാൻ 10th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എൻ്റെ കോളേജ് ജീവിതം, 10th സ്റ്റാൻഡേർഡ് വിജയിച്ച് എനിക്ക് തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തത്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ സജസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. മാത്തമാറ്റിക്സിന് നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തോളം പറഞ്ഞു. പക്ഷേ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചേഴ്സ് എല്ലാവരും, പ്രൊഫസർമാരെല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഒപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 1-2 പേരുണ്ടായിരുന്നു. അവരും എന്നെപ്പോലെയൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും അവർ വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും അവർ ആ കോളേജിൽ തന്നെ പ്രൊഫസറായവരുണ്ട്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ എൻ്റെ കൂട്ടുകാരൻ ഉണ്ട്.
പക്ഷേ അന്നും ഞാൻ ഈ സ്പോർട്സും NCCയും ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്. എനിക്ക് അന്ന് എനിക്ക് തോന്നി, ഇത് നടക്കില്ല, ഇതിവിടെ ഈ ഇംഗ്ലീഷ് പറഞ്ഞിരുന്ന ഇവരുടെ അടുത്ത് ഒന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കുക അത്ര എളുപ്പമായിരിക്കും എന്നെനിക്ക് തോന്നിയില്ല. ഞാനതുകൊണ്ട് ആ രീതിയിലാണ് അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കോളേജ് വിദ്യാഭ്യാസം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എൻ്റെ മാനസികമായിട്ട് എത്തിച്ചു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായതെന്ന് പറയുന്നത് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു അങ്കിൾ വഴി ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, നിനക്ക് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള മാർഗങ്ങൾ അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ഫിസിക്കലി ഫിറ്റായിരുന്നു. അതുമാതിരി ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അവിടെ സയൻസ് സ്ട്രീമിൽ അതുപോലെ തന്നെ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് എനിക്ക് എയർഫോഴ്സ് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ കോളേജ് ജീവിതം 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കാനാണ് എൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. എൻ്റെ ഇന്ത്യൻ എയർഫോഴ്സ് ലൈഫ്, ട്രെയിനിങ് ലൈഫ് തന്നെ ആദ്യം പറയാം. ഒരു രാത്രി സമയത്താണ് ബാംഗ്ലൂരിലുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എത്തിപ്പെടുന്നത്. ഞാൻ റിക്രൂട്ട്മെൻറ്റ് ബാംഗ്ലൂർ തന്നെയായിരുന്നു റിക്രൂട്ട്മെൻറ്റ് സെൻറ്റർ. അതുകൊണ്ട് അവിടുന്ന് തന്നെ ബസ്സിലാണ് എന്നോട് ഡയറക്റ്റ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പോയി ഇറങ്ങാൻ പറഞ്ഞ് രാത്രി സന്ധ്യാസമയത്ത് അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ എല്ലാം വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ. ഞാൻ പ്രതീക്ഷിച്ച ഒരു ജോലി കിട്ടുമ്പോൾ ജോലി കിട്ടി, വളരെ നല്ലതായിട്ട് നീ എല്ലാം പഠിത്തങ്ങളും അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കാം. ട്രെയിനിങ് ആണെന്നറിയാം, എന്നിരുന്നാലും എയർഫോഴ്സിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് സിമ്പിളായിട്ട് പഠിക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ എല്ലാവരും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കുന്നു. ഒരു മലയാളി പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ അനുഗ്രഹമായി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ബാച്ചിൽ തന്നെ 2 സൗത്ത് ഇന്ത്യയിൽ നിന്ന് 2 തമിഴ് കുട്ടികളും തെലങ്കാനയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ നിന്ന് മലയാളിയായിട്ട് ഞാനും മാത്രമായിട്ട് ഒരു ബാച്ച്, ഒരു 25 പേരടങ്ങുന്ന ഒരു ബാച്ചിലാണ് ഞാനന്ന് ജോയിൻ ചെയ്യുന്നത്. അന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യമേ ഹിപ്പി സ്റ്റൈലിൽ മുടിയൊക്കെ നീട്ടി വളർത്തിയിരുന്ന എൻ്റെ മുടി ബാർബർ ഷോപ്പിൽ ചെന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് അതെല്ലാം വെട്ടി മൊട്ടയടിച്ചു. അതോടുകൂടി എൻ്റെ മനസ്സ് തകർന്നു. മുടി നീട്ടി വളർത്തി സ്റ്റൈലിൽ നടന്നിരുന്ന എൻ്റെ മുടി വെട്ടുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ഫസ്റ്റ് ചേഞ്ച്. അതിനുശേഷം രാവിലെ തന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെ കുറേ റൗണ്ടുകൾ ഓടണം. അതൊന്നും എനിക്ക് പുത്തിരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. NCCയിലായിരുന്നുകൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആദ്യത്തെ 3 months ബേസിക് ട്രെയിനിങ് ആണ്, ബേസിക് ഗ്രൗണ്ട് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് ട്രെയിനിങ്ങിലാണ് ഫിസിക്കൽ എക്സസൈസ്, അതുപോലെ മാർച്ച് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ ടഫായിട്ടൊന്നും തോന്നിയില്ല. കാരണം സ്കൂളിലും മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ സ്പോർട്സിൽ ഇരുന്നതുകൊണ്ട് എല്ലാ നോർത്ത് ഇന്ത്യൻസിൻ്റെയും എല്ലാ കുട്ടികളുടെയും ഒപ്പം അവരെക്കാളും മുൻപിലായിട്ട് എല്ലാ ഫിസിക്കൽ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ കിട്ടിയ ട്രെയിനിങ്ങും കാര്യങ്ങളാണ്. ബേസിക് ട്രെയിനിങ് കഴിഞ്ഞു. 2 സർദാർജിമാരുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നും ബീഹാറിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ഹിന്ദിയിൽ സംസാരിക്കും. അവർക്ക് പരസ്പരം ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഈ 2 തമിഴ് വിദ്യാർത്ഥികൾ, ആ ഫ്രണ്ട്സിന് മാത്രമേ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആകപ്പാടെയുള്ള ഈ തമിഴ് ആണ്. പിന്നെ സ്ലോലി നിവൃത്തിയില്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഐ ഗോ ഈറ്റ്, ഐ ഗോ ടു മെസ് എന്നൊക്കെ പറഞ്ഞ് നടന്ന എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലേക്ക് എയർഫോഴ്സ് എന്നെ മാറ്റിയെടുത്തു. അങ്ങനെ 3 മാസത്തെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെയുള്ള 15 months ആയിരുന്നു ട്രെയിനിങ്. ബാക്കിയുള്ള എല്ലാ 12 മാസവും തിയറിയും പ്രാക്ടിക്കലുമായിട്ട്. എനിക്ക് കിട്ടിയിരുന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയാണ്. ആ ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ എല്ലാ ഫോട്ടോഗ്രാഫി വർക്ക് മെയിനായിട്ട് നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എയറിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത്
ഫോട്ടോ എടുത്ത് അത് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, വളരെ ടോപ്പ് സീക്രട്ടായിട്ടുള്ള ഒരു ഡിവിഷനായിരുന്നു അത്. അവിടെയാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന എല്ലാം കാണാനുള്ള ഭാഗ്യം ഞാൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ലഭിച്ചു. അങ്ങനെ പഠിത്തം നിർത്തിയെന്ന് കരുതിയ ഞാൻ അങ്ങനെ വളരെ ടഫായിട്ടുള്ള ട്രെയിനിങ്, അല്ലെ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ട്രെയിനിങ് വഴി എൻ്റെ 15 months ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് എയർഫോഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് ഞാൻ പാസ് ഔട്ടായി. ഞാൻ സ്റ്റാഫായിട്ട് ആദ്യമേ എനിക്ക് പോസ്റ്റ് കിട്ടുന്ന ഡൽഹിയിലാണ്. പാലം എയർഫോഴ്സ് സ്റ്റേഷൻ, പാലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. ഏറ്റവും ടോപ്പ് സീക്രട്ടായിട്ടുള്ള ഒരു ഡിവിഷനിലാണ് അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മാപ്പും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ലോകത്തിലെല്ലായിടത്തും എയർഫോഴ്സ് തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും അവരവരുടെ എയർഫോഴ്സ് എന്നിരുന്ന പോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലെയും രാജ്യത്തിൻ്റെ മുകളിൽ കൂടി വിമാനം പറക്കുമ്പോൾ ആ വിമാനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക, ആ ഫിലിം പ്രോസസ്സ് ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് എടുത്ത്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന കാര്യങ്ങൾ കാണാൻ ഭാഗ്യം ലഭിച്ച കുറച്ച് വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ. വളരെ സന്തോഷമായിട്ട്, വളരെ മാന്യമായിട്ട്, കാരണം പണി എടുക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ടെക്നിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്റ്റാഫായിട്ട് അവിടെ ചെന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി, ഞാനും എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്ററിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തും ഒന്നിച്ചാണ് ഞങ്ങൾ അവിടെ പോസ്റ്റിംഗ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു അവിടെ എത്തിയത്. ഞങ്ങൾ രണ്ടുപേരും എന്നെക്കാളും ഒത്തിരി സീനിയറായിട്ടുള്ളവരുമായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ചെന്നതിന് ശേഷം പെട്ടെന്ന് പണി പഠിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അവരുടെയൊക്കെ പെറ്റായിരുന്നു. മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ റെഗുലർ ടൈം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വർക്കിംഗ് ടൈം, ഉച്ച കഴിഞ്ഞ് ഫ്രീ. അങ്ങനെ ജോലി വളരെ വളരെ സന്തോഷമായിട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഡൽഹി ക്യാപിറ്റൽ സിറ്റി എക്സ്പ്ലോർ ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഉച്ച കഴിഞ്ഞ് വന്നാൽ റൂമിലിരിക്കുന്ന സ്വഭാവമില്ല. അവിടെ നിന്ന് കറങ്ങാൻ പോകും. ഡൽഹി മുഴുവനും കറങ്ങി എല്ലാ സ്ഥലങ്ങളും കണ്ടു. അതായിരുന്നു എൻ്റെ ഡൽഹിയിലെ ലൈഫ്. ഇനി എൻ്റെ ലൈഫിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കസിൻ ഡൽഹിയിൽ എയർഫോഴ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന കസിൻ ഉണ്ടായിരുന്നു. എൻ്റെ കാലം സീനിയറാണ്, 2 വർഷം സീനിയറായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാഫായി ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ആപ്ലിക്കേഷനായിട്ട് വന്നിട്ട് പറഞ്ഞു, നീ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഫോമാണ്, ഇത് ഫില്ല് ചെയ്ത് അയച്ച് നീ കറസ്പോണ്ടൻസ് കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിനി പഠിക്കാനൊന്നും പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എടാ, നമ്മൾ കച്ചവടക്കാരാണ്, നമ്മുടെ കുടുംബം മുഴുവൻ കച്ചവടക്കാരാണ്, നമ്മൾ ജോലിയല്ല. ശരി, ഞാനിവിടെ വന്ന് ജോലി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കച്ചവടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും വലിയ കാര്യം, നമ്മൾ ഈ പഠിച്ചതിന് ശേഷം നീ ഇവിടെ നിന്ന് ഇറങ്ങി നല്ല നിലയിലെത്തണം, അതുകൊണ്ട് നീ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ ആൾ എന്നെക്കൊണ്ട് നിർബന്ധമായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് എടുപ്പിച്ച് ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. അതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യമുണ്ടായതെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷൊക്കെ കുറച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റൊക്കെ എളുപ്പമായി. സബ്ജക്റ്റായിരുന്നു, ആ ലാംഗ്വേജ് ആയിരുന്നു പ്രശ്നം, സബ്ജക്റ്റ് അല്ലായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ലാംഗ്വേജ് ശരിക്കും മനസ്സിലായി തുടങ്ങിയപ്പോൾ സബ്ജക്റ്റ് എളുപ്പമായി. അങ്ങനെ ഞാൻ ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അങ്ങനെ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു, ഡിവിഷൻ ആയിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഏകദേശം ഒരു 5.5 വർഷത്തോളം എനിക്കവിടെ സെർവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ക്യാപിറ്റൽ സിറ്റി എല്ലാം മനസ്സിലാക്കുവാനും ഒക്കെ അതിനുശേഷം എനിക്ക് ജോധ്പൂർക്ക് ട്രാൻസ്ഫർ കിട്ടി. ജോധ്പൂർ ഞാൻ ബാച്ചിലറായിട്ടാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, വളരെ സന്തോഷപൂർവ്വം നടക്കുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ ഫാമിലിയിൽ ഒരു വലിയൊരു പ്രശ്നം വരുന്നത്. എൻ്റെ ഫാദർ ബിസിനസ്സുകാരനായിരുന്നു, ചെറിയ കൃഷിയും കാര്യങ്ങളുണ്ടായിരുന്ന ആ വ്യക്തി ഉണ്ടായിരുന്ന ബേക്കറിയും ഹോട്ടലും എല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു കോൺട്രാക്റ്റിംഗ് ബിസിനസ്സിലേക്ക് പോയി. വേറെ ഒന്നുമില്ല, ലിക്വർ കോൺട്രാക്റ്റിംഗ്. അന്ന് ചാരായക്കടയൊക്കെ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ചാരായം കോൺട്രാക്റ്റ് വിളിച്ച് നടത്തുന്ന ഒരു സംഭവത്തിലേക്ക് കയറുകയും വളരെ ദൂരെ മലബാർ ഏരിയയിൽ പോയി അവിടുത്തെ റേഞ്ച് മുഴുവൻ വിളിച്ച്
അങ്ങനെ ഒരു വർഷം നടത്തി. അവിടെ നിന്ന് ബിസിനസ് പൊളിഞ്ഞു. ഈ ഗവൺമെൻറ് കോൺട്രാക്റ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കോൺട്രാക്റ്റ് കിട്ടാൻ അവിടെ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഫാദറിൻ്റെ ബിസിനസ് നഷ്ടമായി, എല്ലാം നഷ്ടമായി. അവസാനം എൻ്റെ പ്രോപ്പർട്ടി, ഞങ്ങൾ താമസിക്കുന്ന വീടുൾപ്പെടെ അവിടെ ജപ്തി ചെയ്യുക എന്നൊരു സംവിധാനത്തിലേക്ക് എത്തി. അത് ഞാൻ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ അറിയുന്നത്. അന്ന് മുതൽ എനിക്ക് ഭയങ്കര വിഷമമായി. ആകപ്പാടെ ഉണ്ടായിരുന്ന 4 ഏക്കർ സ്ഥലവും വീടും പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഫാദർ ബിസിനസ് ചെയ്തത്. കുറേ കടങ്ങൾ പെട്ടെന്നുണ്ടാവുകയും ചെയ്തു. സമാധാനമായിട്ട് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്തും ചെറിയ രീതിയിലാണെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഇതിൽ നിന്ന് മാറി എല്ലാം പ്രാരാബ്ധത്തിലേക്ക് വന്നു. മൂത്ത സിസ്റ്ററിൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിരിക്കുന്ന അവസരം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും എൻ്റെ അങ്കിൾമാർ സഹായിച്ച് മൂത്ത സിസ്റ്റേഴ്സിൻ്റെ കല്യാണം കഴിഞ്ഞു. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷമാണ് വീട്ടിൽ വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അത് ഒരു വലിയൊരു പ്രശ്നമായി മാറി. ബാധ്യതകൾ കൂടി. ഇനി അടുത്തത് എന്ത് സംഭവിക്കും, ഏത് സമയത്തും ഗവൺമെൻറ് വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊരു സ്ഥിതിയിലേക്കും മാനസികാവസ്ഥയിലേക്കും ഞങ്ങളെത്തി. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ജീവിക്കുന്ന സമയത്താണ് എൻ്റെ അങ്കിൾ പറഞ്ഞത്, ജോലിക്കാർക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ കുറച്ച് പരിധികളുണ്ട്. നിനക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. ജോലി കൊണ്ട് നേടാവുന്നതിനൊരു പരിധിയുണ്ട്, ഇത്രയൊക്കെ കിട്ടുള്ളൂ. നീ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ നിനക്കൊരു ശമ്പളം കിട്ടും. നീ കല്യാണം കഴിച്ചപ്പോൾ കുറച്ചുകൂടി അലവൻസ് വരും. നിനക്കും നിൻ്റെ കുടുംബത്തിന് ജീവിച്ചു പോകാൻ മാത്രമുള്ള ഒരു ചെറിയ വരുമാനത്തിൽ കൂടി മാത്രമേ ഒരു ജോലിക്കാരന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ പല ജോലിക്കാരെയും ഞാൻ കാണുന്നുണ്ട്. 60-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തതിന് ശേഷം വേറെ ജോലിയുമില്ല. അപ്പോൾ എൻ്റെ കടയിൽ വന്ന് തന്നെ കണക്കെഴുതാൻ ഇരുത്താവുന്ന താലൂക്കിലെ തഹസിൽദാർ വരെ ചോദിക്കുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എയർഫോഴ്സിൽ നിന്ന് പോന്ന് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. അങ്ങനെയാണ് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഫാദറിന് ഇനി വയസ്സൊക്കെ ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ എനിക്ക് എയർഫോഴ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി. ആ സമയമായപ്പോഴത്തേനും ഞാൻ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരുന്നു. കോമേഴ്സിൽ PG ചെയ്തു. അപ്പോൾ PG ചെയ്ത് കെയർ ഓഫിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പോരാൻ വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഒരു 12 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ എയർഫോഴ്സ് ഇന്ന് പ്രീമച്ചുവറായിട്ട് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ എൻ്റെ ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരുന്നു. ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ബിസിനസ് അന്വേഷിക്കുന്നു. അന്നൊക്കെ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു 75,000 രൂപയായിട്ടാണ് അന്ന് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എൻ്റെ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ എത്തുന്നത്. ബിസിനസ് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും, എന്തും ചെയ്യാം, എല്ലാ ബിസിനസ്സും നല്ലതാണ്, ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അങ്കിൾമാർ ഉപദേശിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യും എന്നാരും പറയുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചു. നാട്ടിലുള്ള ബിസിനസ് ചെയ്ത് സമരങ്ങളും ഒക്കെ നടക്കുന്ന സമയം എന്ത് ബിസിനസ് ചെയ്താലും തൊഴിലാളികൾ ഒന്നും ചെയ്യിക്കാൻ സമ്മതിക്കാത്ത കാലഘട്ടം തുടങ്ങുന്നൊരു അവസരമായിരുന്നു അത്. ഒരു 88-ലാണ് ഞാൻ നാട്ടിൽ എത്തുന്നത്. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാതെ കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ അവസാനം ഉള്ള കാശ് കൊണ്ട് ഒരു ഫൈനാൻസ്, ഗോൾഡ് ഫൈനാൻസ്, സ്വർണ്ണ പണ്ട പണയം എന്നുള്ളൊരു സംഭവം. അതാവുമ്പോൾ ജോലിക്കാരും വേണ്ട, ഒന്നും വേണ്ട, ഉള്ള പൈസ കൊടുത്ത് സ്വർണം സെക്യൂരിറ്റിയായി വാങ്ങിച്ച് നമ്മൾക്ക് പൈസ കടം കൊടുക്കുന്നു. മാനസികമായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ എയർഫോഴ്സിലുണ്ടായിരുന്ന വേറൊരു എൻ്റെ ഒരു സീനിയറായിട്ടുള്ളൊരു വ്യക്തിയും കൂടി അതിൽ പൈസ മുടക്കി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഞാൻ തൊടുപുഴ ടൗണിൽ ഞാനൊരു ഫൈനാൻസ് നടത്തുകയാണ്. ഫൈനാൻസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലാണെങ്കിലും സേഫായിട്ട്, റിസ്ക് ഇല്ലാതെ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. ഇനിയിപ്പോൾ അതായി എന്നുള്ളൊരു തോന്നലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഖത്തർ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഖത്തർ എയർഫോഴ്സിലെ ജോലിക്ക് കയറുന്നത്.
തൊടുപുഴ ഫൈനാൻസ് നടത്തുന്ന സമയത്ത് അന്ന് വായിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് പേപ്പർ ആയതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വരുത്തുമായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഒരു പരസ്യം കാണുന്നത്. നേരിട്ട് ഖത്തറിൻ്റെ എയർഫോഴ്സ് എംബസിയിൽ നിന്ന് നേരിട്ടുള്ള ഒരു പരസ്യം. എൻജിനീയറിംഗ് ഡിവിഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത റിട്ടയർഡായ ആളുകളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. അതിലെൻ്റെ ബ്രാഞ്ചും ഫോട്ടോഗ്രാഫി ബ്രാഞ്ചും ഉണ്ടായിരുന്നു. ഞാൻ യങ്ങായിട്ട് റിട്ടയർ ചെയ്തിരുന്ന വ്യക്തിയായതുകൊണ്ടും ഞാൻ അപ്ലൈ ചെയ്തു. ഏതായാലും എല്ലാം വളരെ നാടകീയമായിട്ടുള്ള രീതിയിലാണ് ഇത് സംഭവിച്ചതെങ്കിലും അവസാനം ഞാൻ ഫൈനാൻസ് അവസാനിപ്പിച്ച് ഖത്തർ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അവിടെയും എനിക്ക് പഴയ ജോലി തന്നെയാണ്. പക്ഷേ ജോലി ഇന്ത്യൻ എയർഫോഴ്സിലെ അത്ര ഇല്ല. എന്തായിരുന്നാലും ഖത്തർ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു പൈസയും മുടക്കാതെ ഞാൻ ഇവിടുന്ന് ഖത്തറിലേക്ക് യാത്ര ചെയ്ത് ഖത്തറിൽ ലാൻഡ് ചെയ്തു. അവിടെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. അവിടെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് ഏകദേശം 2 മാസം ആയപ്പോൾ കുവൈറ്റ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞു, ഏകദേശം തീർന്ന ലക്ഷണമായി. കാരണം ഖത്തറിലേക്ക് അത്ര എഫക്റ്റ് അല്ലെങ്കിലും അവിടെ നിന്നുള്ള അഭയാർത്ഥികളല്ല, അവിടെ നിന്നുള്ള കുവൈറ്റികളും അവരൊക്കെ ഖത്തറിലേക്ക് വന്ന് ഹോട്ടലുകളിൽ താമസിക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ എയർഫോഴ്സ് ഭയങ്കര ആക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു ടാർഗറ്റ്, ആകപ്പാടെ ഒരു പൊട്ടുപോലെയുള്ള രാജ്യം, ഒരു ബോംബിട്ടാൽ തീരാവുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഒരു വിഷമമൊന്നുമില്ല. എന്നാലും അന്നും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കുക, എൻ്റെ അപ്പച്ചനെ അമ്മച്ചയെക്കുറിച്ച് മാത്രമുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാർ സ്റ്റാർട്ട് ചെയ്തു. അത് എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഖത്തറിൽ അത് അവസാനിച്ചു. ഞങ്ങൾക്ക് പണിയില്ലായിരുന്നു. US എയർഫോഴ്സ് വന്ന് ഏറ്റെടുത്ത് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു. അങ്ങനെ ആ എയർഫോഴ്സ് ജീവിതം അങ്ങനെ ഞാൻ അവിടെ ഒരു ഏകദേശം 9 വർഷം എനിക്കവിടെ സെർവ് ചെയ്യാനുള്ളൊരു അവസരമുണ്ടായി. എത്ര വർഷം വേണമെങ്കിലും അവിടെ ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള ഒരു പ്രശ്നം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന സർവേ ഡിവിഷനിലാണ്. അതായത് എയർഫോഴ്സിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൂടാതെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എയറിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുള്ള എല്ലാ എയർഫോഴ്സുമായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ എയർഫോഴ്സിൽ എയർക്രാഫ്റ്റിൽ ഗണ്ണിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിരും. ബോംബ് വീഴുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കും. അതെല്ലാം കൊണ്ടുവന്ന് ആ ഫോട്ടോ എടുത്തത് പരിശോധിച്ചിട്ടാണ് ഈ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായോ എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഇൻ്റർനെറ്റ് വന്നു, ഓട്ടോമേഷനല്ല, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഉണ്ടോ, ഫിലിം ഉണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ക്യാമറ ആരും ഉപയോഗിക്കുന്നില്ല, എല്ലാവരും മൊബൈലിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ ടെക്നോളജി വലുതായി കഴിഞ്ഞപ്പോൾ എയർഫോഴ്സിലും ക്യാമറയുടെ ആവശ്യമില്ലാതായി. ഞങ്ങൾ സർവീസിൽ ചെയ്തിരുന്ന സർവേ ഇപ്പോൾ ആവശ്യമില്ലാതായി. കാരണം സർവേയിൽ ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞിരുന്ന എൻ്റെ ഡിവിഷൻ ഇപ്പോൾ അങ്ങനെ ഒരു ഡിവിഷനേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകത്തിലെ ഏത് ടോപ്പ് സീക്രട്ട് സ്ഥലവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ സ്ഥിതിയിലേക്ക് മാറി. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒത്തിരി മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. പണ്ടൊക്കെ മാറ്റങ്ങൾ 20 വർഷം കൊണ്ടാണെങ്കിൽ പിന്നീട് അത് 10 വർഷമായി, 5 വർഷമായി. ഇപ്പോൾ ഏകദേശം 1 വർഷം പോലുമില്ല, 6 മാസം കൊണ്ട് തന്നെ കാര്യങ്ങൾ മാറുന്നു. ടെക്നോളജി മാറുന്നു, ജോലികൾ ഇല്ലാതാകുന്നു, ബിസിനസ് ഇല്ലാതാകുന്നു. അത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലതും ഇല്ലാതാകും, പുതിയത് വരും.